രണ്ടാഴ്ച മുൻപ് ടാറിംഗ് നടത്തിയ ഗുരുവായൂരിലെ ചൊവ്വല്ലൂർപ്പടി താമരപ്പള്ളി റോഡ് ഇടിഞ്ഞു. അപകട ഭീഷണിയായ റോഡ് ഇടിച്ചിലിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. വാഹനത്തിരക്കേറിയ ചൊവ്വല്ലൂർപ്പടി താമരപ്പള്ളി റോഡിൽ തൈക്കാട് ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെ കൽവർട്ടിന് ഇരുവശമാണ് ഇടിഞ്ഞിട്ടുള്ളത്. മുരളി പെരുന്നെല്ലി MLA ഇടപെടലിന്റെ ഭാഗമായി നബാർഡിൽ നിന്ന് അനുവദിച്ച 8 കോടി രൂപ ചെലവിട്ടാണ് 6.7 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചത്. ഒരാഴ്ച മുൻപാണ് കൽവർട്ടിന് ഇരുവശവും നേരിയ തോതിൽ ഇടിച്ചിൽ കണ്ടു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ റോഡരികിലെ കല്ലും മണ്ണും പാടത്തേക്ക് ഒലിച്ചിറങ്ങിയതോടെ ഇടിച്ചിലിന്റെ ആഴം കൂടി. 2.5 മീറ്റർ ദൂരത്തിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. കാലവർഷം ശക്തമാകുന്നതോടെ റോഡ് കൂടുതൽ അപകടകരമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. എന്റെ വണ്ടി ചാടി, പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ കഴിയ കാലം ഒടിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി 9:30 നേരത്ത് മഴ പെയ്യുന്ന നേരത്തിൽ സ്പീഡിൽ വരുന്ന നേരത്ത് ഈ കട്ടറിൽ ചാടിയിട്ട് ഒരു ചെറിയ അപകടാവസ്ഥ ഉണ്ടാവേണ്ടതായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ടാർ ചെയ്തിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും കൽവർട്ടിന്റെ 2 ഭാഗവും ഇടിഞ്ഞ് വളരെ അപകടകരമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ തന്നെ മിനിഞ്ഞാന്ന് ഇതിൽ കൂടെ വണ്ടിയുമ്പോൾ പോകുമ്പോൾ രാത്രിയായിരുന്നു. നല്ല സുഖകരമായ റോഡല്ലേ എന്ന് വെച്ച് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടി ഒരു സ്ലിപ്പായി. അതുകൊണ്ടല്ല, ഒരു അഡ്ജ് വന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്ലിപ്പായി. അപകടം സംഭവിച്ചില്ല. പക്ഷേ കുട്ടികളൊക്കെ ബൈക്കിലൊക്കെ കണ്ടമാനം പെൺകുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഗൗരവമാണ്. മഴ കനത്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായെത്തി കൊടി നാട്ടി. അപകട ഭീഷണി ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി പറഞ്ഞു. 2 ആഴ്ച മുന്നേ ടാറിംഗ് പൂർത്തീകരിച്ചതാണ്. ആ റോഡിന്റെ നമ്മുടെ ബീവറേജിന് സമീപമുള്ള കൽവത്ത്, അതിന് സമീപത്തുള്ള റോഡിന്റെ വശങ്ങളെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. വളരെ അപകട സാധ്യതയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ റോഡിന്റെ നിൽപ്പ്. പല ബൈക്ക് യാത്രക്കാരും അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. PWD അധികൃതരെ എത്രയും പെട്ടെന്ന് ഈ കൽവർട്ടിന്റെ ഈ വശം നേരെയാക്കണമെന്നും, അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കൈവരി സ്ഥാപിക്കുന്നതടക്കമുള്ള കൽവർട്ടിന്റെ പണികൾ പൂർത്തിയായിട്ടില്ല. ഇതിനു മുൻപ് മനുഷ്യജീവന് അപകട ഭീഷണിയായ ഗർത്തം നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ.